ഹായ്! ഈ സാമ്പാർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് 3 വെളുത്തുള്ളിയും 3 പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണ ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ട് ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും 3 വെണ്ടയ്ക്ക, ഒരു മുരിങ്ങാക്ക, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു കത്തിരിക്ക, ഒരു വലിയ സവാള, കുറച്ച് ചെറിയ ഉള്ളി, 3 തക്കാളി ഇവയെല്ലാം അരിഞ്ഞ് മാറ്റിവയ്ക്കുക. തക്കാളി സെപ്പറേറ്റ് അരിഞ്ഞ് ബാക്കിയെല്ലാം ഒന്നിച്ചരിഞ്ഞാൽ മതി. എന്നിട്ട് പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അതിൽ 1 സ്പൂൺ ജീരകം പൊട്ടിച്ചിട്ട് തക്കാളി ഒഴികെ ബാക്കി കഷ്ണങ്ങളെല്ലാം കൂടെ ഉപ്പും ചേർത്ത് വഴറ്റുക. നന്നായിട്ട് വഴറ്റി അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയമാകുമ്പോഴേക്ക് അതിലേക്കൊത്തി മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും ഒരു 2 മിനിറ്റ് ഇളക്കിയിട്ട് നമ്മൾ അതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കണം. സാമ്പാർ പൊടി ഏത് സാമ്പാർ പൊടി ആയാലും 2 സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറ്റി അത് 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം 1.5 കപ്പ് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് അടച്ചു